ഈ തൊഴിലോട്ട് കയറി ഇപ്പോൾ കുറേ കാര്യങ്ങൾ വ്യത്യാസം വന്നു. എന്തൊക്കെയാണല്ലേ? ആദ്യമേ തന്നെ ഇതുവരെ എന്നോടൊന്നും ചോദിക്കാത്ത എൻ്റെ അപ്പുച്ചേട്ടൻ എന്നോട് ചോദിച്ചു, മോനെ നീ ജിമ്മിൽ പോയിട്ട് വേണം, സെറ്റായിട്ട് വേണം എനിക്ക് ജിമ്മിൽ പോകാൻ. അതെനിക്ക് കൊണ്ടു. കാരണം ഞാൻ നന്നായിട്ട് വേണം പുള്ളിക്ക് നന്നാവാൻ. അപ്പം ഞാനത് ചെയ്തില്ല മോശമല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനങ്ങ് നന്നായി കളഞ്ഞേക്കാം. ചപ്പുചേടെങ്കിൽ നന്നാവട്ടെ. അതുകൊണ്ട് ഞാനൊരു വിഷൻ ബോർഡുമായിട്ട് അങ്ങ് ഇറങ്ങി. എന്തിനാന്ന് വെച്ചാൽ ഒന്ന് ഫുള്ള് എഴുതി മനസ്സിലാക്കണം, എവിടെയൊക്കെ നന്നാവണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വ്യത്യാസം വരുത്തണം. ബാക്ക്ഗ്രൗണ്ട് മൈൻഡ് ചെയ്യണം, അത് കൊളവാണ്. ഇതെല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് കാണിച്ചപ്പോഴും കാര്യം ഓർത്ത് എന്റെ ലൈഫിൽ മേജർ ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണ്, ഒരു മെയിൻ സാധനം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ സാധനത്തിന് 60,000 രൂപ എടുത്ത് ഞാൻ ചെലവാക്കി. യെസ്, അമ്മ വെരി റിച്ച് കിഡ്. അറിഞ്ഞില്ല, ചെറിയ ചെറിയ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ഭയങ്കര വില കൂടിയ സാധനം. ഫുൾ കസ്റ്റം സസ്പെൻഷൻ. പറഞ്ഞു ഞങ്ങൾ പോകുന്നു. നമ്മൾ ഇവിടെ വിഷൻ ബോർഡ് കാണിക്കാനല്ലേ വന്നത്. സോ അതിലോട്ട് കിടക്കാം. ആദ്യമേ തന്നെ തലതിരിഞ്ഞിരിക്കുന്ന വിഷൻ ബോർഡ് ഞാൻ നേരെ വെച്ച് നോക്കിയപ്പം ഞാൻ നേരത്തെ എഴുതി വെച്ച ഡേറ്റ വെച്ച് എനിക്ക് മനസ്സിലാക്കിയ കാര്യം, വീക്ക് 1 to 11 വരെ ഞാൻ നോക്കിയതിൽ ഞാൻ ഡേറ്റ കളക്ട് ചെയ്തു. അതാണ് ഈ ഡേറ്റ എന്ന് എഴുതിയിരിക്കുന്നത്. അതിൽ ഡയറ്റ് പ്ലാൻ ചെയ്തു, ജിം പ്ലാൻ ചെയ്തു, ട്രേഡ് പ്ലാനും ചെയ്തു. 3 കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതിൽ പാളിപ്പോയത് ഈ 98% ആണ്. ഞാൻ 98% കമ്മിറ്റ്മെന്റ് മാത്രമേ നൽകിയുള്ളൂ. 98% കമ്മിറ്റ്മെന്റിന്റെ പ്രശ്നം എന്താണെന്ന് അറിയൂ? ഈ ബലൂണാണ് എന്റെ ലൈഫ്. എന്ത് വൃത്തിയായിട്ട് ബലൂണാണ് ഇത്. ഞാൻ ഊതി വലുതാക്കി വിചാരിക്കുക. ഇതിപ്പം അത്യാവശ്യം 98% ഉണ്ട്. പക്ഷെ 2% ആണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. ഇതാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ചധികം സമയം എടുത്തു. എന്റെ വീഡിയോ റെക്കോർഡിംഗ് സ്കിൽസ് കൊണ്ട് എന്റെ വൈഫ് ഞെട്ടിപ്പോയി. ബൈ ദ വേ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ പോയിന്റ്. വീഡിയോ നല്ല എൻഗേജിംഗ് ആയിട്ട് വെച്ചാൽ ഞാനും കാണും, നിങ്ങളും കാണും, ചെയ്യുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ട്. സോ കുറച്ച് നന്നാക്കാന്ന് വെച്ചു. അപ്പൊ സിമ്പിൾ ആയിട്ട് ഡൗട്ട് ചോദിക്കാം, എങ്ങനെ 98-ൽ നിന്ന് 100-ലോട്ട് എത്താം? സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഈ 98-ൽ നിന്ന് 100-ലോട്ട് എത്താൻ ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ മതി. ഡിസൈഡ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ചോദിക്കാം, 2% വ്യത്യാസം എന്താണ്? ബലൂണിന്റെ എക്സാമ്പിൾ കാണിച്ചില്ലേ, അത് എന്റെ റിയൽ ലൈഫിൽ എങ്ങനെയാന്ന് പറയാം. ഇപ്പൊ ഞാൻ ഷുഗർ വേണ്ടാന്ന് വെച്ചു, പക്ഷെ 98% വേണ്ടാന്ന് വെച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ പുറത്തിറങ്ങി. അപ്പൊ അത് എന്റെ വൈഫ് വന്നിട്ട് പറഞ്ഞു, ആൽബിൻ ഇത്ര നല്ല ഷുഗർ ഇതുവരെ കഴിച്ചിട്ടില്ല, ഇത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ്. അപ്പൊ വളരെ റൊമാൻറ്റിക്കും മിടുക്കനുമായി ഞാൻ എന്ത് പറയും? അഫ്കോഴ്സ് ചെറിയ ഷുഗർ ഇല്ല, നോ ഇഷ്യൂസ്. അഫ്കോഴ്സ് അച്ചാർ യൂഷ്വലി ഞാൻ ഡയറ്റിലാണ്, പക്ഷെ ഈ ഓണം കഴിക്കുന്നതിൽ കുഴപ്പമില്ല. സോ അതും കഴിക്കും. പിന്നെ തേർഡ്ലി, ഞാൻ തന്നെ ജിമ്മിൽ പോയിട്ട് ഞാൻ തന്നെ അടുത്ത് അവിടുത്തെ ബേക്കറി കയറുമ്പോൾ അവിടെ അത് വിശാലം വാക്കുകളൊന്നും കിട്ടുന്നില്ല, ബട്ട് അടിപൊളി കുറെ ഷുഗർ ഇരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ ഞാൻ തന്നെ എന്റെ മനസ്സിന് എന്നോട് പറയും, മിസ്റ്റർ ആൽബിൻ ഇത്രയും ദിവസം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തതല്ലേ, വൈ ഡോണ്ട് യു ഡിസേർവ്, വൈ ഡോണ്ട് യു, ഞാൻ ഉദ്ദേശിച്ചത് വൈ ഡോണ്ട് യു സെർവ് യുവർ സെൽഫ് സം സ്വീറ്റ്സ്. ഇത് ഞാൻ കഷ്ടപ്പെട്ടതിന്റെ ഇത് എനിക്ക് തന്നെ കിട്ടണമല്ലോ. അപ്പോഴും എടുക്കണേ ഞാൻ തന്നെ എന്ത് പറയും? ആ ഷുഗർ ആവാം. ഇത് ഞാൻ കഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, കഴിഞ്ഞ ആഴ്ച തന്നെ ലൈഫ് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിച്ച ഷുഗറിന് കയ്യും കണക്കുമില്ല. ഈ ഓഫീസിൽ ഇരുന്ന് ഷുഗർ കഴിച്ചിട്ട് ഈ ഷുഗർ ഹൈ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. കുറെ ഷുഗർ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ക്രാഷ് ആവും. ഞാൻ എന്റെ ഓഫീസ് ഗ്രൂപ്പിലിട്ട ചളികളൊക്കെ കണ്ടിട്ട് എന്നോട് ഞങ്ങളുടെ ലീഡ് തന്നെ പറഞ്ഞു, ഈ ഗ്രൂപ്പ് ഇതുവരെ അവരുടെ കമ്പനി തുടങ്ങിയ പിന്നെ ഇത്ര ആക്റ്റീവ് ആയിട്ടില്ല. ഇന്ന് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ചെറുതായിട്ട് കിളി പോയ ഷുഗർ ആയി പോയെന്ന്. സോ ഈ 98 to 100 എവിടെയൊക്കെ വേണമെന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. സ്റ്റാർട്ടിങ് വിത്ത് ദ സിമ്പിൾ ആൻഡ് ഈസിയസ്റ്റ് ഡയറ്റ്. ഒരു തീരുമാനം എടുത്താൽ അത് 100% ഫോളോ അപ്പ് ചെയ്യണം. പ്രൈമറിലി ഓൺ ഡയറ്റ്. രണ്ടാമത്തേത് വർക്കൗട്ട്. ബോഡി വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യണമല്ലോ, അത് സിമ്പിൾ ആസ് ദാറ്റ്. ഇത് അത്യാവശ്യം ഞാനൊരു 100% തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ഗുഡ് ഇനഫ്. മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ളത് ട്രേഡിംഗ് ആണ്. ഇതാണ് ഞാൻ പ്രൈമറിലി എന്നെ ഫിനാൻഷ്യലി ഫ്രീ ആക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യുന്ന കാര്യം. ഇപ്പൊ ഇതിൽ എനിക്ക് ഇത്രയും നാളും വന്നുകൊണ്ടിരുന്നത് 98 പോയിട്ട് ഒരു 50% ആയിരുന്നു. വെനെവർ ഐ ഫീൽ ലൈക്ക് ഇറ്റ്. ഇതെല്ലാം കൂടി സിമ്പിൾ ആയിട്ട് ഒരു 100 ഇതിലോട്ട് ആക്കിയ ഐ വിൽ ബി അൺസ്റ്റോപ്പബിൾ. സിമ്പിൾ ആസ് ദാറ്റ്. ഇതിൽ വലിയ മാറ്റൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവനെയും കൂടി ഒന്ന് കാണിച്ചു തുടങ്ങി. ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിസ്ട്രാക്ഷനാണ്. പിന്നെ ഇത്രയും പൈസ കൊടുത്ത് ഞാൻ തന്നെ ഫുള്ളി കസ്റ്റം ചെയ്തുണ്ടാക്കിയ എൻ്റെ ആദ്യത്തെ മിഷനാണ്. ചെറുപ്പത്തിൽ എനിക്ക് എഞ്ചിനീയറിംഗ് ഒന്നും ഇഷ്ടമല്ല എന്നാണ് ഞാൻ ഓർത്തിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത് സ്വന്തമായിട്ടൊരു വണ്ടി ബിൽഡ് ചെയ്തതിൻ്റെ സന്തോഷം ഭയങ്കരമാണ്. ഈ വണ്ടി ടയർ തൊട്ട് ചെയ്സ് തൊട്ട് ബാറ്ററി, എൻജിൻ, ട്രാൻസ്മിഷൻ, സ്കിഡ് പ്ലേറ്റ്, സസ്പെൻഷൻ എല്ലാം, എന്തിനേറെ പറയുന്നു, ഇതിൻ്റെ ബോഡി വരെ ഞാൻ തന്നെയാണ് പെയിന്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ദാറ്റ്. പൊളിയല്ലേ? എനിക്കറിയാം, എന്നെ സമ്മതിക്കണം, എന്തോരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ ഇനി ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യം 1, 2, 3
കുറച്ചധികം കാര്യം ഫോക്കസ് ചെയ്യേണ്ട, നമുക്ക് വീണ്ടും വിഷൻ ബോർഡിലോട്ട് പോകാം. അതിൽ വ്യക്തമായിട്ട് എഴുതി ഫോക്കസ് ചെയ്യും. ആദ്യമേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മായ്ച്ചു കളയട്ടെ. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്നറിയോ? ഇതിപ്പോൾ ഇതേന്ന് മാഞ്ഞു പോയാലും ഈ വീഡിയോയിൽ ഇതെല്ലാം ഉണ്ടാവും. ഞാനും ക്ലോഡും ChatGPT കൂടെ ചേർന്ന് ഒരു നല്ല പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കീ ഇൻഗ്രീഡിയൻസ് 2 എണ്ണമാണ്. ആ 2 എണ്ണം എന്ന് പറയുന്നത്, 1 ഡിസിപ്ലിൻ, 2 സോ ബേസിക്കലി കൺസിസ്റ്റൻസിന് തന്നെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നതെന്ന് ഞാൻ ഈ ഇടയ്ക്കാണ് മനസ്സിലാക്കിയത്. ഒന്ന് സൂം ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്നെ കൂടെ കാണാൻ ഇപ്പൊ എന്നെ കുറച്ചുകൂടെ വിസിബിൾ ആയില്ലേ? യെസ്. സോ ഇതിൻ്റെ അകത്തോട്ട് ആദ്യമേ ഡയറ്റ് പ്ലാൻ ഞാൻ എൻ്റെ അനിയനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ട്. ഡയറ്റ് പ്ലാനും വർക്കൗട്ടും. സോ ദാറ്റ് ഈസ് സെറ്റ്. രണ്ടാമത്തേത് ട്രേഡിംഗ് പ്ലാൻ. അതിപ്പോഴും പണിപ്പുരയിലാണ്. ഞാൻ എൻ്റെതായ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്ത് നെക്സ്റ്റ് വീക്ക് അതും ഫുള്ള് സെറ്റാണ്. സോ ദാറ്റ്സ് അപ് ടു ചെക്ക്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയത് സെറ്റ് ആവേണ്ടതാണ്. മൂന്നാമത്തേത് ഈ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ എഡിറ്ററിനെ ഹയർ ചെയ്തിട്ടുണ്ട്. സോ എനിക്കത് ഷൂട്ട് ചെയ്താൽ മാത്രം മതി. എഡിറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം എല്ലാം ബിലോങ്സ് ടു ജോയൽ ദ എഡിറ്റർ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ അവന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കൊടുത്താലും ഇല്ലെങ്കിലും ഐ ഹാവ് ടു പേ ഹിം മണി. സോ ഫ്രീ ആയിട്ട് പൈസ കൊടുക്കുന്നതിലും നല്ലത് ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് അവന് കൊടുക്കുന്നതല്ലേ. ഇത്ര നേരം അടുപ്പിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു. വായിന്ന് വാക്കുകളൊന്നും കിട്ടുന്നില്ല. ബട്ട് യു ഗെറ്റ് ദ ഐഡിയ, റൈറ്റ്? സോ ബേസിക്കലി ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യങ്ങളിലോട്ട് വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ പോസ് ചെയ്തിട്ട് ലെറ്റ്സ് ടേക്ക് എ സ്മോൾ ബ്രേക്ക് ആൻഡ് ദെൻ വി വിൽ കം റീഷൂട്ട്. ഓക്കെ? പൂക്കളും ഉഴകളും ലഹരിയും ഭൂമി സുന്ദരം. ഇങ്ങനെ കിടന്ന് ഈ സൺകിസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെള്ളക്കാർ. ഞാനൊക്കെ ഇങ്ങനെ കിടന്ന് സൺബേൺഡ് ആവും. സോ ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ക്യാമറ ഓടിയിൽ വെക്കാൻ പറ്റും നോക്കട്ടെ. ഞാനിങ്ങനെ കിടക്കുമല്ലേ. സോ കമ്മിങ് ബാക്ക് ടു അവർ പ്ലാനിങ്. ഞാൻ ഇനി എഴുതാൻ പോകുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന ടൈം ടേബിളാണ്. ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നതല്ല, ഫോളോ ചെയ്യുന്നത്. കാരണം ഐ ഡോണ്ട് വാണ്ട് ടു ഹാവ് ദ 2% ഇവിടെ. ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കും അറിയാം, കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം, അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ചിലപ്പോഴെങ്കിലും ഫോളോ ചെയ്യുള്ളൂ. സോ ദിസ് വൺ ഐ റിയലി വാണ്ട് ടു ഫോളോ ആൻഡ് ഐ വിൽ ബി ഫോളോയിങ് ഇറ്റ്. സോ ആ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഒരു 6:30 വേക്കപ്പ് ആണ്. ഈ 6:30 to 7:30 ആണ് ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ആവുന്നത്, ഞാൻ ട്രേഡ് ചെയ്യുന്നതിൻ്റെ. സോ ന്യൂയോർക്ക് സെക്ഷനിൽ എൻ്റെ എൻട്രി വരുന്നത് ഈ സമയത്തായിരിക്കും. ആൻഡ് അവിടുന്ന് ഒരു 8 തൊട്ട് വൈകുന്നേരം 4:30 വരെ ജോബ്. പണിയെടുക്കണമല്ലോ, പൈസ വരണ്ടേ? ഇപ്പോഴത്തെ പാഷനും ഇതെല്ലാം ഫോളോ ചെയ്യണമെങ്കിൽ ഈ പൈസ പോരാ, എന്നാലും പിടിച്ചു നിൽക്കണമല്ലോ, ഒരു ഇത് വേണമല്ലോ. സോ അതിനാണ് ജോലി. ആൻഡ് ജോലി അടിപൊളിയാക്കും, പറയാൻ മറന്നുപോയായിരുന്നു. ബട്ട് മെയിൻ ആയിട്ടുള്ള അടുത്ത കാര്യം 5 ആവുമ്പം, എൻ്റെ ഇവിടുത്തെ 5 PM ആവുമ്പം ടോക്കിയോ ട്രേഡിംഗ് സെഷൻ ഓപ്പൺ ആവും. ഈ 5-ൻ്റെയും 7:45 ഇടയ്ക്ക് എൻ്റെ സെക്കൻഡ് എൻട്രി വരും ഓൺ മൈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. സോ ബേസിക്കലി ഒരു 4-5 ട്രേഡ് എനിക്ക് ഒരു ദിവസം കാണും. ആൻഡ് ആ വിൻഡോ 6:30 to 7:30, 5 to 7:30 ആയിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ട്രേഡ് ചെയ്ത ഇറ്റ്സ്. അതിനർത്ഥം ഐ എം നോട്ട് ഫോളോയിങ് മൈ പ്ലാൻ, സോ ഐ വോണ്ട് ബി സക്സസ്ഫുൾ. സോ ബേസിക്കലി എന്ത് ചെയ്യണം? ഫോളോ മൈ പ്ലാൻ. ഇനി 7:30 to 9 വരെ എനിക്ക് ജിമ്മും കാര്യങ്ങളൊക്കെ പോവാം. അത് കഴിഞ്ഞിട്ട് ഒരു 10:30 ആവുമ്പോൾ കിടക്കുക. സോ ദിസ് ഈസ് ബേസിക്കലി ഈ സിമ്പിൾ ഹാപ്പി ലൈഫ് മന്ത്ര. ഇതിൻ്റെ അകത്തുള്ള ചേഞ്ചസ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താം. പക്ഷെ 10:45 എന്നുള്ളത് സ്ലീപ്പ് ടൈം ഫിക്സ്ഡ് ആണ്. ആൻഡ് 6:30 എന്നുള്ളത് വേക്കപ്പ് ടൈമും ഫിക്സ്ഡ് ആണ്. ഈ 2 കാര്യങ്ങളും ഫിക്സ്ഡ് ആണ്. ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യാം. ബട്ട് പ്ലാൻ ചെയ്തിട്ട്, ചുമ്മാ തോന്നുമ്പോഴല്ല, ഓൾറെഡി പ്ലാൻ ചെയ്ത് ഞാൻ തന്നെ അംഗീകരിച്ചാൽ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസിന് ഒരു അന്തോ ഇല്ല കുന്തോ ഇല്ല, തോന്നുന്ന പോലെ ചെയ്യുക. അപ്പോൾ അതിലൊരു വ്യത്യാസം വരുത്തണമെന്നുണ്ട്. സോ ആദ്യമേ തന്നെ വേണ്ടത് ഒരു ഇൻട്രോ ആണ് ഏത് വീഡിയോയ്ക്ക്. അതിൽ ക്ലിയർ ആയിട്ട് പറയേണ്ടത് വൈ. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും വലുതുമായ കാര്യങ്ങൾ എവൻച്വലി 10-20 വർഷം കഴിയുമ്പോഴത്തേനും ഞാനൊരു റേഞ്ചിലോട്ട്, ഇതൊരു ലെവലിൽ ഞാൻ ആഗ്രഹിക്കുന്ന എക്സാക്ട് ലൈഫിലോട്ട് എത്തും. അപ്പം അതിനുള്ളൊരു റോഡ് മാപ്പ് പോലെ ഞാൻ ചെയ്യുന്നതാണ്. ഇറ്റ്സ് both a fun project and it keeps me accountable. So the why is clear. But അത് നന്നായിട്ട് പറയുക എന്നുള്ളതാണ്. മൂവിങ് ഓൺ. ഓരോ വീക്കിലാണ് ഞാൻ ചെയ്യുന്നത്. സോ വീക്ക്ലി അപ്ഡേറ്റ്. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് വീക്കിൽ ഞാൻ പക്ക ഡയറ്റ് ഫോളോ ചെയ്തു, നന്നായിട്ട് വർക്കൗട്ട് പ്ലാൻ ഫോളോ ചെയ്തു, കുറേ വർക്കൗട്ട് ചെയ്തു. ഇൻഫാക്ട് ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഇൻഫാക്ട് ഞാൻ എൻ്റെ വാച്ചിൽ ഇപ്പോൾ വർക്കൗട്ട് മോഡിലോട്ട് ഇട്ടാൽ
അത് കാണിക്കുന്നത് വർക്കൗട്ട് ചെയ്യരുതേ പൊന്നുമോനെ, നിന്റെ ബോഡി ഇസ് വെരി ടയേർഡ്, കിടന്നുറങ്ങാനാണ്. അത് കാണിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. കണ്ടോ, ടുഡേ ഈസ് എ റെസ്റ്റ് ഡേ, ഡു യു സ്റ്റിൽ വാണ്ട് ടു വർക്കൗട്ട്? അത് പോയി ചുമ്മാ ചമ്മി. ബട്ട് യു ഗെറ്റ് ദ പോയിന്റ്. അത് ചമ്മിയെങ്കിലും എൻ്റെ കയ്യിൽ ഫുൾ ഡേറ്റ ഉണ്ട്. എൻ്റെ വാച്ചിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആപ്പിൽ ഷെയർ ആവുന്നുണ്ട്. അത് കാണിക്കാം. എൻ്റെ ബോഡിയെ ഞാൻ അടിപൊളിയായിട്ട് ട്രെയിൻ ചെയ്യും. സോ ബോഡി ഫുൾ സോറാണ്. കഴിഞ്ഞ ദിവസം ലെഗൊക്കെ ചെയ്തിട്ട് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു, എന്നിട്ട് ഹൈക്കിനൊക്കെ പോയി. അത് ഭയങ്കര ഹാപ്പി കാര്യമാണ്. സോ ലാസ്റ്റ് വീക്ക് വാസ് പ്രിറ്റി ഗുഡ്. ആ ഒരു ഇത് ഊട്ടും. സോ ഇൻട്രോ കഴിഞ്ഞു, വീക്ക്ലി അപ്ഡേറ്റ് കഴിഞ്ഞു. വീക്ക്ലി അപ്ഡേറ്റ് നമുക്ക് ഹെൽത്തിൽ മാത്രം പോരല്ലോ, ഫിനാൻസിലും വേണം. ഫിനാൻസ്, FINANCE. ഈ ഫിനാൻസിൽ ഞാൻ നിലവിൽ ഇപ്പോൾ ട്രേഡിങ്ങിലാണല്ലോ ചെയ്യുന്നത്. ട്രേഡിങ്ങിൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്നു. അപ്പം കൃത്യമായിട്ടും ഓരോ വീക്കിലും ഹൗ മച്ച് എ മേക്ക്, ഹൗ മച്ച് എ ലൂസ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കാം. അതാവുമ്പം ഞാനും അറിയും, നിങ്ങളും അറിയും, പിന്നെ ഞാൻ അക്കൗണ്ടബിൾ ആവും. പിന്നെ ലൈഫ് അപ്ഡേറ്റ്സ്, മേജർ ലൈഫ് അപ്ഡേറ്റ്. ഫോർ എക്സാമ്പിൾ ഹൈക്കിന് വല്ലതും പോയോ, ഓടം, റണ്ണിങ്, ബേസിക്കലി എനിത്തിങ് ഔട്ട് ഓഫ് ദി ഓർഡിനറി കൗണ്ട്സ് ദ ലൈഫ് അപ്ഡേറ്റ്, റൈറ്റ്? സോ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഒക്കേഷണലി സംതിങ് ഇൻട്രസ്റ്റിംഗ്. സോ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ രസമല്ലേ. പിന്നെ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയെങ്കിലൊക്കെ നന്നാവാൻ തോന്നുവാണെങ്കിൽ എൻ്റെ അപ്പുചേട്ടനെ പോലെ നല്ല കാര്യമല്ലേ. സോ ദീസ് ആർ ഓൾ ദ സ്റ്റഫ് ദാറ്റ് ഐ വാണ്ടഡ് ടു കൺവേ. ഇനി ഇപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ മൈ വർക്കൗട്ട്. 5:41 ആയി. പ്ലാൻ വൈകുന്നേരത്തേക്ക് വർക്കൗട്ട് ചെയ്യാം. ബട്ട് സിൻസ് ഇറ്റ്സ് എ ഫ്രൈഡേ, നേരത്തെ വർക്കൗട്ട് ചെയ്തിട്ട് കുറച്ചധികം കാര്യങ്ങൾ വേറെ ചെയ്യാനാണ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയാനും ചെയ്യാനും കാരണം എന്താ? ലൈഫ് ഈസ് സ്മോൾ മാൻ. കുഞ്ഞ് ലൈഫാണ്. ഓൾറെഡി 26 വർഷം തീർന്നു. ഇനി കൂടി പോയ 50 വർഷം, 60 വർഷം, 70 വർഷം മാക്സിമം. ഇതിന്റെ ഇടയിൽ കുറെയൊക്കെ മെമ്മറീസ് വേണം, കുറെയൊക്കെ ജീവിക്കണം, കുറെയൊക്കെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്നതിലൊക്കെ ലൈഫ് പോകുമ്പോഴല്ലേ അതിന്റെ ഒരു ഗുമ്മ്. ഞാൻ ആഗ്രഹിക്കുന്നതിലും ബെറ്റർ ആയിട്ടാണ് ലൈഫ് പോകുന്നത്. എന്റെ ആഗ്രഹങ്ങൾ ചെറുതായി പോയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് ഒരു രസമായിട്ട് ഹാപ്പി ആയിട്ട് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. മൂവണല്ല, ലീവ് ചെയ്യുക എന്നുള്ളതാണ്. സോ കുറച്ചുകൂടെ ബെറ്റർ ആവാം, കുറച്ചുകൂടെ മിടുക്കനാവാം. ബൈ ദ വേ, എന്റെ പപ്പ പറഞ്ഞൊരു ഭയങ്കര ഇഷ്ടമുള്ള കോട്ടുണ്ട് എനിക്ക്. വന്നതല്ലേ ജനിച്ചതല്ലേ, വന്നതല്ലേ വരച്ചതല്ലേ അതൊരു പൊൻവരയാക്കാം. ബേസിക്കലി ഗൗതം ബുദ്ധമങ്ങാണ്ട് പറഞ്ഞാണെന്ന് തോന്നുന്നു. ബട്ട് എൻ്റെ അറിവ് അതിൽ അത്ര ഫുള്ളില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബേസിക്കലി അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നിയത്, ജനിച്ചതല്ലേ, ഒരു കാര്യം ചെയ്യുന്നതല്ലേ, അത് വളരെ നന്നായിട്ട് ചെയ്തേക്കാം. സോ ഐ ആം ഗോണ ലീവ് യു ഗൈസ് വിത്ത് ദ കോട്ട് ആൻഡ് മൈസെൽഫ് വിത്ത് ദ കോട്ട്. മോനെ ആലിവിനെ ഒരു 10-30 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നീ ഈ വീഡിയോ കാണുമ്പോൾ ഞെട്ടും. ഇതൊരു പ്രഡിക്ഷൻ ആയിരിക്കട്ടെ, അടിപൊളി ലൈഫ് ആയിരിക്കും. ഓക്കെ, ബൈ.